ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ആദരം 2024 അനുമോദന സദസ്സൊരുക്കി KFM. ലക്ഷ്യബോധത്തോടെയുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിയൂ എന്ന് NM ഹുസൈൻ. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്ന് പ്രശസ്ത മോട്ടിവേറ്ററും ചിന്തകനും ഗവേഷകനും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ NM ഹുസൈൻ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം 2024 എന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സമൂഹത്തിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള ആദരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സംസാരിക്കും. ഒന്നാമതായി ഇപ്പോൾ കോഴ്സുകളുടെ സെലക്ഷൻ നമുക്കെല്ലാം അറിയാം. ധാരാളം പുതിയ കോഴ്സുകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കോഴ്സുകളൊന്നും ഒരിക്കലും വരില്ല. നമ്മൾ BSc ഫിസിക്സ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അറിയാവുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട്. കുറേ ഇല്ല, വരില്ലെണ്ണാവുന്ന കുറച്ച് സബ്ജക്റ്റുകളാണ് നമ്മളുള്ളത്. ബയോളജി അല്ലെങ്കിൽ സുവോളജി, എക്കണോമിക്സ്, കൊമേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള കോഴ്സുകൾ പുതുതായി ഇനി വരാൻ സാധ്യത വളരെ കുറവാണ്. യൂണിവേഴ്സിറ്റികളിലേക്ക് ട്രഡീഷണൽ ആയ ഇത്തരം കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ന് ആവശ്യം പുതിയ പുതിയ കോഴ്സുകളാണ്. ഇപ്പോൾ ബയോളജി ഒരിക്കലും അങ്ങനെ നമുക്ക് പുതുതായി കിട്ടില്ല, ഫിസിക്സും കിട്ടില്ല, പക്ഷെ ബയോ ഫിസിക്സ് കിട്ടും. അതുപോലെ തന്നെ ബയോളജി കിട്ടില്ല, പക്ഷെ ബയോ ഇൻഫോർമാറ്റിക്സ് നമുക്ക് ഇന്ന് കോഴ്സായിട്ട് യൂണിവേഴ്സിറ്റി അനുവദിക്കും. ഓരോ വർഷവും ഇങ്ങനെ നമ്മൾ കേൾക്കാത്ത, പലപ്പോഴും എന്താണെന്ന് കേട്ടാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള കോഴ്സുകളാണ് ഇന്ന് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നജു അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. കലാസാഹിത്യ ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് KFM സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഹൗവ ടീച്ചർക്ക് നൽകി. 12ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ കൊടുങ്ങല്ലൂർ സ്വദേശി ആരിസ് നിഹാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിറം എന്ന കവിത എഴുതി ഇപ്പോൾ 5ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ പാഠഭാഗമായി ചേർത്തിട്ടുള്ള എറിയാട് സ്വദേശി അമൽ ദേവിനെയും ചടങ്ങിൽ ആദരിച്ചു. താജുദ്ദീൻ PA, ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ, ദിലീപ് സെയ്ദ്, അഷഫ് വാട്ടപ്പിള്ളി, MA ഷെരീഫ് എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള അനുശോചന പ്രമേയം AA ഷംസു അവതരിപ്പിച്ചു. ആരിസ് നിഹാൽ ഖിറാഅത്ത് നടത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ NA റഷീദ് സ്വാഗതവും ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഇസാഖ് കൊല്ലാട്ട് നന്ദിയും പറഞ്ഞു.